അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് ഞാൻ പറയാറുള്ളത്. സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ആ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. അല്ല, ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. തീരുമാനം എടുത്തിട്ടില്ല, ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഓരോ ചാനലുകൾ ഓരോരുത്തരെ ഓരോ ദിവസം എടുക്കുകയാണ്. ഏത് UDF-ലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി. ഒരു ദിവസം അൻവറിനെ UDF-ൽ എടുത്തു, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമി എടുത്തു, ഒരു ദിവസം ജോസ് കെ മാണി എടുത്തു. അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലല്ല, നിങ്ങൾ അതൊന്നുമല്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുക. UDF-ലേക്ക് നിങ്ങൾ എഴുതുകയാണ്. ഞാൻ എന്നിട്ട് എന്നോട് വന്ന് ഉച്ചയ്ക്ക് ചോദിക്കുക എന്തായിരുന്നു. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു. അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട്, മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെനിക്കെതിരെ പറയണം. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ശരിയാണിത്? ഇതാണോ മാധ്യമപ്രവർത്തനം? ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം. ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അല്ല, അതല്ല. ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. UGCയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഒരു പുതിയ സെർച്ച് കമ്മിറ്റി, കേന്ദ്ര സർക്കാരിനെ താല്പര്യമുള്ള ആളെ നിയമിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പല ഗവർണർമാരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ നടക്കില്ല എന്നാണ് ഈ UGC ഭേദഗതി കൊണ്ട് വ്യക്തമാകുന്നത്. അത് ശരിയല്ല. അപ്പോൾ കേരളം അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കും. ഈ കത്തുമായിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നപ്പോൾ വളരെ മോശമായിരുന്നു പെരുമാറ്റം. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ച് നോക്കും. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവരെന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും, മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള. അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങളാ കത്ത് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു VD സതീശൻ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്, വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ മഷി
ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല. അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം. എനിക്ക് കുഴപ്പമില്ല. KPCC പ്രസിഡന്റിന് കൊടുക്കുന്ന ഒരു കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ച് എനിക്കെന്താ അതിൻ്റെ അകത്ത് പ്രശ്നം, എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലയെന്ന് ഞാൻ പറയും. അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചാണല്ലോ. ആ കത്ത് ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചോദിക്കുകയാണേ, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സ്വാഭാവികമായിട്ട് അവർ പ്രകോപിതരാവില്ലേ? എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. അല്ലല്ല എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പാണ്. എന്നിട്ടിപ്പോൾ ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല അല്ലല്ല കേക്ക് എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പ് കത്ത് കിട്ടി. ഞാൻ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല. എന്നിട്ടൊരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നു? എന്നിട്ട് അവരെ പ്രകോപിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടു നോക്ക്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാ കിട്ടിയിട്ടില്ല എന്ന്? ഞാൻ ഇപ്പം കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ആദ്യമായിട്ടാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുന്നത്. ആ ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. എന്നോട് അവർ പറഞ്ഞത് KPCC പ്രസിഡന്റിന് ഒരു കത്തയച്ചു, അതിൻ്റെ ഒരു കോപ്പി സാറിന് തരുന്നു എന്ന് 2 ദിവസം മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, സാറ് എല്ലാവരോടും സംസാരിക്കുക. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസത്തിന് മുമ്പ് കത്ത് അവർ തന്നെ പുറത്തു വിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവർ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല, ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു തീരുമാനം എടുക്കണ്ടേ? അവർ ഇന്നലെ പുറത്തു വിട്ടു. 2 ദിവസം മുമ്പ് തന്ന കത്ത KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്കും വന്നില്ല. എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? KPCC പ്രസിഡന്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞില്ല അല്ലല്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം. ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കിയെന്ന് ഞാൻ അഭിനയിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിലുണ്ടാവും. അത് ചിലപ്പോൾ ആ വാചക ഘടന കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തത കുറവുണ്ട്. നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം മക്കളായിട്ട് സംസാരിച്ചാണല്ലോ. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതല്ലേ ചെയ്യേണ്ടത്. ഇല്ലാതെ ഇത് മേടിച്ചു വെച്ചിട്ട് അത് വായിച്ചു നോക്കാതെ ശരി എന്ന് പറഞ്ഞ് അയക്കുകയല്ല ചെയ്ത്. അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ചു നോക്കി. അല്ലേ മര്യാദ? ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞാണല്ലോ, പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മറുപടി പറഞ്ഞു. അതാണ് മറുപടി. നിങ്ങൾ 2ാമതും 3ാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് മാറ്റി പറയോ? എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിന്ന് തരുന്നോണ്ടല്ലേ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ. ഞാൻ നിന്ന് തരുന്നോണ്ടല്ലേ ഒരേ ചോദ്യം അങ്ങ് 3ാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചു.